കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയുടെ സാരഥ്യം ഏറ്റെടുക്കാൻ പോരാട്ടത്തിനൊരുങ്ങി മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിൽ 10 വർഷങ്ങൾ നീണ്ട UDF ഭരണത്തിന് അറുതി വരുത്താൻ NDA LDF മുന്നണികളും ഭരണ തുടർച്ചയ്ക്കായി വലതുമുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി പിടിക്കാൻ മുന്നണികൾ പോരാട്ടത്തിനൊരുങ്ങിക്കഴിഞ്ഞു. NDA LDF UDF മുന്നണികൾ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി മാറാനുള്ള ഒരുക്കത്തിലാണ് NDA മുന്നണി. നിലവിൽ 2 കൗൺസിലർമാരാണ് NDAക്കുള്ളത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുന്നണിയുടെ പ്രചരണം. നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനായത് വോട്ടാക്കി മാറ്റാനാകുമെന്ന വിശ്വാസത്തിലാണ് NDA. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി, അമൃത് പദ്ധതി, PMAY, അതുപോലെ NULM, സ്വച്ഛ ഭാരത്, ഈ പദ്ധതികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ NDAക്ക് BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള അവസരമാണ്. ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് UDF മുന്നണി. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി നിര വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള കുറേ പേരും അതുപോലെ തന്നെ പുതിയ ആളുകളുടെ ന്യൂ ഫേസസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വളരെ നല്ല പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്. മുൻ മേയറോടും ഭരണത്തോടുമുള്ള ജനങ്ങളുടെ അസംതൃപ്തി തങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു മുന്നണി. ഭരണമാറ്റത്തിന് ഏറെ സാധ്യതയുണ്ട്. കാരണം 10 വർഷത്തെ UDF ഭരണം ജനങ്ങൾ പ്രതീക്ഷോത്തരം ഉയർന്നില്ല. തുടങ്ങി വെച്ചതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ക്രിയാത്മകമായ വിമർശനം ഉന്നയിച്ചിട്ടും സമയം നൽകിയിട്ടും ഒന്നും നടത്തിയില്ല. വെള്ളക്കെട്ട്, കുടിവെള്ളം, ഗതാഗതം തുടങ്ങിയ കൊച്ചിയുടെ ജനകീയ പ്രശ്നങ്ങൾ തന്നെയാവും തിരഞ്ഞെടുപ്പിൽ വിധികർത്താവുക. ജനം, കൊച്ചി.